ഹായ് ഓൾ. ഇന്നത്തെ നമ്മുടെ ക്ലാസ് എക്കണോമിക്സിനെ കുറിച്ചാണ്. നിങ്ങൾക്കറിയാം കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു. നവംബർ 11 വരെ മറ്റോ ആണ് അതിൻ്റെ തീയതി. അത് കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ നിങ്ങൾ കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റിൻ്റെ ഒക്കെ ആപ്ലിക്കേഷൻ അയച്ചു കൊടുക്കുക. പ്രിലിംസും മെയിൻസും ഉണ്ടാവാനുള്ള ചാൻസസ് 99% ഉണ്ട്. അതുകൊണ്ട് തന്നെ എക്കണോമിക്സ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് 2 പേപ്പറുകളിലായിട്ട് വരാൻ ചാൻസും ഉണ്ട്. അതുകൊണ്ട് തന്നെ 10 മാർക്ക് അടുത്ത് ഈ ഒരു എക്സാമിന് എക്കണോമിക്സിൻ്റെ ഭാഗത്തു നിന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇന്നത്തെ എൻ്റെ ക്ലാസ് എക്കണോമിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റിനെ പരിചയപ്പെടുത്തൽ മാത്രമാണ്. ഇതിൻ്റെ ഫാക്ട്സും കാര്യങ്ങളും ഒന്നും നമ്മൾ നോക്കുന്നില്ല. സബ്ജക്റ്റ് എന്താണ് എന്ന് നിങ്ങൾ ആദ്യം അറിഞ്ഞിരിക്കുക. കാരണം മാത്സ്, എക്കണോമിക്സ്, ജോഗ്രഫി ഇങ്ങനെ ചില സബ്ജക്ട്സ് ഉണ്ട്. ഹിസ്റ്ററി ഒന്നും അല്ലാത്ത ചില സബ്ജക്ട്സ്, അതായത് അതിനോട് എല്ലാവർക്കും പേടിയാണ്. അത് പരിചയമില്ലാത്തത് കൊണ്ട് തന്നെ ആ ഒരു സബ്ജക്റ്റ് പഠിച്ചെടുക്കാൻ ബുദ്ധിമുട്ട് പലരും അനുഭവിക്കുന്നുണ്ട്. അതിലേക്കുള്ള ഒരു എക്സ്പോഷറിനാരും ധൈര്യം കാണിക്കാത്തതായിട്ടൊക്കെ തോന്നിയിട്ടുണ്ട് എനിക്ക്. അപ്പം അതുകൊണ്ട് എക്കണോമിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റിനോട് പേടിയുള്ളവർ ആ പേടി മാറ്റി വെച്ച് സധൈര്യം ഈ ക്ലാസ് കണ്ട് അല്ലെങ്കിൽ ഈ ക്ലാസ് അല്ലെങ്കിൽ എക്കണോമിക്സ് പഠിക്കാൻ വേണ്ടി മുന്നോട്ട് വരിക. ബാക്കി കാര്യങ്ങൾ എൻ്റെ ക്ലാസ് വഴിയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടംപോലെ റിസോഴ്സസ് ഉണ്ട് യൂട്യൂബിലും നോട്ട്സൊക്കെ ആയിട്ട്, അതിൽ നിന്ന് നിങ്ങൾക്ക് ഗ്രഹിച്ചെടുക്കാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ, എക്കണോമിക്സിലേക്ക് വരുമ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന വിഭവങ്ങൾ എല്ലാ കാലത്തും ലിമിറ്റഡ് ആണ്, അല്ലെങ്കിൽ അതിന് പരിമിതികളുണ്ട്. ഇപ്പം നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന സമയം, നിങ്ങൾ പലപ്പോഴും പരീക്ഷ എഴുതുന്നതിന് വേണ്ടി അടുത്ത കൊല്ലം പരീക്ഷ എഴുതാമെന്ന് വിചാരിക്കുന്നു. പക്ഷേ ആ അടുത്ത കൊല്ലം ആകുമ്പോഴത്തേക്ക് നിങ്ങളുടെ ഒരു വയസ്സ് മുന്നോട്ട് പോവുക, നിങ്ങൾക്ക് പിന്നെ പ്രായം കൂടുക. അതായത് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന സമയം എന്ന് പറയുന്നത് ഭയങ്കര പരിമിതമാണ് അല്ലേ? അതുപോലെ തന്നെ പരിമിതമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന വിഭവങ്ങളും. വിഭവങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കുള്ള പണത്തിനെ നമുക്കൊരു വിഭവമായിട്ട് എടുക്കാം. നമുക്ക് ലഭിച്ചിരിക്കുന്ന ലാൻഡ്, ഭൂമി എന്ന് പറയുന്നതിന് ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു ഹെക്ടർ അല്ലെങ്കിൽ ഫിക്സഡ് ആയിട്ടുള്ള ഒരു ലാൻഡ് ഏരിയ ഉണ്ട്. അതിൽ കൂടുതൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റത്തില്ല അല്ലേ? അന്തരീക്ഷത്തിലൊന്നും നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല. നമുക്ക് ലാൻഡിലല്ലേ ജീവിക്കാൻ പറ്റത്തുള്ളൂ. കൃത്രിമമായിട്ട് ഇപ്പോൾ ഉണ്ടാക്കുന്നുണ്ട്, എന്നാലും ഭൂമിയുടെ ഏകദേശം 70% വെള്ളം, അതിൻ്റെ മിച്ചമുള്ളിടത്ത് മാത്രമേ നമുക്ക് ജനവാസ യോഗ്യമായിട്ടുള്ളൂ. അപ്പം നമുക്കുള്ള ലാൻഡും എന്താണ്? പരിമിതമാണ്. നമ്മുടെ സമയം പരിമിതമാണ്. അങ്ങനെ നമുക്ക് ഫുൾ പരിമിതികളിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ മനുഷ്യൻ എന്ന് പറയുന്ന ഈ ഒരു മനുഷ്യ സമൂഹം മൊത്തത്തിൽ പരിമിതികളിലാണ് ജീവിക്കുന്നത്. പക്ഷെ നമുക്ക് മുന്നോട്ട് ജീവിക്കാതിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ കിട്ടുന്ന അവസരങ്ങളെ മാക്സിമം ഉപയോഗിക്കാൻ നോക്കും. അല്ലെങ്കിൽ കിട്ടുന്ന സാധനങ്ങളെ, ഇപ്പം നിങ്ങളുടെ വീട്ടിലാണെങ്കിലും കുറച്ച് ചോറ് വെച്ചൊന്ന് വെക്കുക. ആ ചോറ് വെക്കുന്നതിൽ കുറച്ച് എക്സ്ട്രാ വന്നാൽ നിങ്ങളത് എടുത്ത് കളയുന്നതിനെക്കാട്ടിലും പകരം കുറച്ചുകൂടെ റാഷണലായിട്ടും ലോജിക്കായിട്ടും ചിന്തിക്കുന്ന ഒരു അമ്മയാണ് അല്ലെങ്കിൽ വീട്ടിലെ അച്ഛനാണുള്ളെങ്കിൽ അവരെന്ത് ചെയ്യും? അത് നാളത്തേക്ക് മാറ്റി വെക്കും. നാളെ നമുക്ക് പിന്നെ ഉപയോഗിക്കാം, നാളെ മോർണിംഗ് അത് കഴിക്കുക, അല്ലെങ്കിൽ നാളെ ഉണ്ടാക്കുന്ന ചോറിൻ്റെ കൂടെ അതിട്ട് മിക്സാക്കി നെക്സ്റ്റ് ഡേയും ഈ ചോറിനെ കഴിക്കാം എന്ന് ചിന്തിക്കും അല്ലേ? അപ്പോൾ അവിടെ ഒരു റാഷണലായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന വിഭവത്തെ നമ്മൾ ഉപയോഗിക്കുകയാണ് ചെയ്തത് അല്ലേ? അപ്പം ഇതുപോലെ നമുക്ക് ലഭിച്ചിരിക്കുന്ന വിഭവങ്ങളെ, നമുക്ക് കിട്ടുന്ന പരിമിതമായിട്ടുള്ള വിഭവങ്ങളെ എങ്ങനെ മാക്സിമം യൂട്ടിലൈസേഷനിൽ കൊണ്ടുവരാം എന്നുള്ളതാണ് എക്കണോമിക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ലഭിച്ചിരിക്കുന്ന അതിൻ്റെ പ്രധാനമായിട്ടുള്ള തത്വങ്ങൾ എന്ന് പറയുന്നത് മനുഷ്യനൊരു റാഷണൽ ബീയിങ് ആണ്. നമുക്ക് കുറേ ഫുഡ് വീട്ടിൽ വന്നു, ഗസ്റ്റ് വരുന്നതുകൊണ്ട് കുറേ ഫുഡ് വാങ്ങിച്ചു. അപ്പോൾ അവർ ഗസ്റ്റ് പോയിട്ട് കുറേ ഫുഡ് മിച്ചം വന്നു. നമ്മൾ ഉടനെ അതെടുത്ത് കളയുവാണോ ചെയ്യുന്നത്? അല്ല, അത് നെക്സ്റ്റ് ഡേയിലേക്ക് നമ്മളത് ക്യാരി ഫോർവേഡ് ചെയ്യും അല്ലേ? അതെന്ന് പറയുന്നത് എന്താ? നമ്മളൊരു റാഷണാലിറ്റി കാരണം അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ മനുഷ്യന്മാർ റാഷണൽ ബീയിങ് ആണ്. മനുഷ്യൻ ലോജിക്കോടെ ചിന്തിക്കുന്നു. അപ്പോൾ ലോജിക്കോടെ ചിന്തിക്കുന്ന മനുഷ്യന് വളരെ പരിമിതമായിട്ടുള്ള വിഭവങ്ങൾ കിട്ടിയാലും അവൻ ലോജിക്കോടെ മാക്സിമം പ്രൊഡക്ടിവിറ്റിയിലായിരിക്കും ഇത് ഉപയോഗിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. നിങ്ങൾക്ക് ഇപ്പം കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതായത് നമുക്ക് ലഭിച്ചിരിക്കുന്ന പരിമിതമായിട്ടുള്ള വിഭവങ്ങളെ നമ്മൾ മാക്സിമം യൂട്ടിലൈസേഷനിലേക്ക് കൊണ്ടുവരികയാണ് ശ്രമിക്കുന്നത്. ഈ സെയിം സാധനം നമ്മൾ ജനങ്ങൾ അല്ലെങ്കിൽ നമ്മൾ സാധാരണക്കാർ ചെയ്യുമ്പോൾ അതിനെ മൈക്രോ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ മൈക്രോ എക്കണോമിക്സ് എന്നൊക്കെ പറയാം. രാജ്യങ്ങൾ ചെയ്യുമ്പോൾ അതിനെ മാക്രോ എക്കണോമിക്സ് എന്ന് പറയാൻ പറ്റും. അതായത് ഈ വലിയ വലിയ രാജ്യങ്ങളിൽ എന്തേലും കാര്യങ്ങളുണ്ട്. ഇവിടെ ഞാനും നിങ്ങളും ഒക്കെ അടങ്ങുന്ന ഒരു വലിയ ജനസംഖ്യയുണ്ട്. ഓരോ ജനസംഖ്യയും അല്ലെങ്കിൽ അവരുടെ വീടുകളിലും പല പല എക്കണോമിക് ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്. അവിടുത്തെ ആളുകൾ ജോലിക്ക് പോകുന്നിടത്ത് ജോലി സ്ഥലത്ത് എക്കണോമിക് ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ നിങ്ങൾ കേൾക്കുന്ന യൂട്യൂബിൽ ഇപ്പം പലരും ക്ലാസ് ഇടുന്നു, പലരുടെയും ചാനൽ മോണിറ്റൈസ്ഡ് ആണ്, അവർക്ക് പണം ലഭിക്കുന്നു. അപ്പോൾ കുറേ എക്കണോമിക് ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട് ഈ ലോകത്ത്. അപ്പോൾ ഈ നമ്മുടെ രാജ്യം എന്ന് പറഞ്ഞാൽ ഇതെല്ലാം നടക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഇതിനെയൊക്കെ കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളതാണ് മാക്രോ എക്കണോമിക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മാക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത് എന്താണ്? രാജ്യത്തിൻ്റെ എക്കണോമിക്സും അതിൻ്റെ മാനേജ്മെൻറ്റും ആണെങ്കിൽ മൈക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത് ജനങ്ങളുടെ ദൈനംദിന ജീവിതത്തിലെ മാനേജ്മെൻറ്റും പിന്നെ അടുത്തുള്ള കടകളിലേക്ക്, നമ്മുടെ വീടിൻ്റെ അടുത്ത് ചെറിയ ചെറിയ കടകളില്ലേ, അവരൊക്കെ അവരുടെ എക്കണോമി എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്, അതാണ് മൈക്രോ എക്കണോമിക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വേറൊന്നുമല്ല, നമുക്ക് ലഭിച്ചിരിക്കുന്ന
വളരെ പരിമിതമായ വിഭവങ്ങളെ എത്രത്തോളം നല്ല രീതിയിൽ നമുക്ക് പ്രൊഡക്റ്റീവായിട്ട് ഉപയോഗിക്കാം, നമ്മുടെ അത്യാവശ്യങ്ങളെ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് ആവശ്യങ്ങളെ കുറച്ചധികം സമയത്തേക്ക് മാറ്റി വെച്ചിട്ടോ അല്ലാതെയോ എങ്ങനെ നമ്മുടെ വിഭവങ്ങളെ ഉപയോഗിക്കാം എന്നുള്ളതിനെക്കുറിച്ചുള്ള പഠനമാണ് എക്കണോമിക്സ് എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, അപ്പം ഇതിനു വേണ്ടി ഈ വിഭവം എന്ന് പറയുന്നതിൽ ഒരു ഇമ്പോർട്ടൻറ്റ് ഘടകമാണ് മണി. അവിടെയാണ് നമുക്ക് മണി മാനേജ്മെൻറ്റ് വരുന്നത്. അപ്പോഴാണ് ബാങ്കുകൾ വരുന്നത്. നമ്മൾ എക്കണോമിക്സ് ബാങ്കുകളെ കുറിച്ചും RBI കുറിച്ചും ഒക്കെ പഠിക്കത്തില്ലേ? RBIയുടെ റിപ്പോ റേറ്റിനെ, റിവേഴ്സ് റിപ്പോ റേറ്റിനെ, SLR എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പഠിക്കത്തില്ലേ, CRR. ഇതൊക്കെ എന്ന് പറയുന്നത് മണി ഒരു വിഭവമാണ്. ആ വിഭവത്തെ എങ്ങനെ മാനേജ് ചെയ്യുന്നു എന്നുള്ളൊരു സെക്ഷനാണ് ആ ഒരു സംഭവം പഠിക്കുന്നത് എന്നുള്ള മനസ്സിലാക്കുക. അതാണ് നമ്മുടെ സിലബസിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. അപ്പം മണി മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കുറേ ഇൻസ്റ്റിറ്റ്യൂഷനുകളെ കുറിച്ച് WTO, RBI ഇങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷനുകളെ കുറിച്ച് നമ്മൾ പഠിക്കാനുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വരുന്നത് ഈ മണിയുടെ മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടാണ് എന്നുള്ളത് ഓർക്കുക. എക്കണോമിക്സിൽ പ്രധാനമായിട്ടും പഠിക്കാനുള്ളത് കുറച്ച് തിയറീസാണ്. തിയറീസ് എന്ന് പറയുമ്പോഴത്തേക്കും എക്കണോമിക്സ് ഒരു ചെറുപ്പക്കാരനായിട്ടുള്ളൊരു സബ്ജക്റ്റാണ്. മനസ്സിലായോ? അതായത് ഫിസിക്സ് എന്നൊക്കെ പറയുന്നത് 1800 കാലഘട്ടം ആയപ്പോഴത്തേക്കും, അല്ലെങ്കിൽ 1700 കാലഘട്ടം ആയപ്പോഴത്തേക്കും ഐസക് ന്യൂട്ടനൊക്കെ വന്ന് ആ ഒരു സബ്ജക്റ്റിനെ വേറൊരു പുതിയ തലത്തിലേക്ക് എത്തിച്ചിരുന്നു. പക്ഷേ ആഡം സ്മിത്തിൻ്റെ വരവോടുകൂടിയാണ് എക്കണോമിക്സ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ്, ഇതൊരു ആർട്ട് സബ്ജക്റ്റാണ്, അത് നല്ല രീതിയിൽ നിലവിൽ വന്ന് തുടങ്ങിയത്. നമുക്ക് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിൻ്റെ മെയിൻസ് എഴുതിയ ആളുകളാണ് നിങ്ങളെങ്കിൽ അറിയാം. അഡ്മിനിസ്ട്രേഷൻ ആൻഡ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നൊരു പേപ്പർ നിങ്ങൾ പഠിച്ചായിരുന്നു. അതും ഈ അടുത്ത കാലത്ത് വന്ന ഒരു പേപ്പറാണ്. വുഡ്രോ വിൽസൻ്റെ ഒക്കെ കാലഘട്ടത്തിൽ 1914 കാലഘട്ടത്തിലൊക്കെയാണ് ഈ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു ആർട്ട് സബ്ജക്റ്റ് വന്നത്. ഒരു MBA എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേൾക്കുന്നത്. അപ്പം ഈ എക്കണോമിക്സ് ആണെങ്കിലും അഡ്മിനിസ്ട്രേഷനും മാനേജ്മെൻറ്റും ഒക്കെ ആണെങ്കിലും ഇതൊക്കെ ചെറുപ്പക്കാരായിട്ടുള്ള സബ്ജക്റ്റാണ് വെൻ കമ്പയർഡ് ടു മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി. ഓക്കെ അപ്പം അതുകൊണ്ട് തന്നെ ഈ പുതിയൊരു സബ്ജക്റ്റ് ആയതുകൊണ്ട് ഇവിടെ ഇതൊരു ആർട്ട് സബ്ജക്റ്റ് ആയതുകൊണ്ടും കൂടെ പല വിശ്വാസങ്ങളുണ്ട്. ചിലർ പറയും ഗവൺമെൻറ് എക്കണോമിയിൽ ഇടപെടണ്ട, ചിലർ പറയും ഗവൺമെൻറ് എക്കണോമിയിൽ ഇടപെടണം. അപ്പോൾ അങ്ങനെ എക്കണോമിസ്റ്റുകൾ തമ്മിൽ, സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർ തമ്മിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉള്ളതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പം നിങ്ങൾ നിയോ ക്ലാസിക്കൽ എക്കണോമിക്സ് എന്താണ്, അല്ലെങ്കിൽ ക്ലാസിക്കൽ എക്കണോമിക്സ് എന്താണ്, കെയ്നീഷ്യൻ എക്കണോമിക്സ് എന്താണ് എന്നുള്ളതൊക്കെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഇതൊക്കെ വരുന്ന ക്ലാസ്സുകളിൽ ഞാൻ പറയുന്നതാണ്. അപ്പം എക്കണോമിക്സ് എന്താണെന്ന് മനസ്സിലായല്ലോ. ആദ്യം ഈ സബ്ജക്റ്റിൻ്റെ അടിസ്ഥാനം, ഇങ്ങനൊരു സബ്ജക്റ്റ് എന്തിനുണ്ടായി എന്നുള്ളത് നമ്മൾ പഠിച്ചു. വളരെ പരിമിതമായ വിഭവങ്ങളെ എങ്ങനെ വളരെ നല്ല രീതിയിൽ മാനേജ് ചെയ്യാൻ പറ്റും, ആർക്ക് മാനേജ് ചെയ്യാൻ, ലോജിക്കലി ചിന്തിക്കുന്ന മനുഷ്യൻ എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ച് പഠിക്കുന്നതാണ് എക്കണോമിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റ്. ഒരു കാര്യം നമ്മൾ പഠിച്ചു. ഇനി അടുത്ത് പഠിക്കാനുള്ളത് ഇതിൻ്റെ എവല്യൂഷനാണ്. ഈ ഒരു സബ്ജക്റ്റ് എങ്ങനെ ഇവിടെ വരെ എത്തി, വളരെ ചെറിയൊരു എവല്യൂഷനാണ്. പരിണാമം വളരെ കുറച്ചേ ഉള്ളൂ. കാരണം ഈ 1700 കാലഘട്ടത്തിലാണ് ഈ സബ്ജക്റ്റ് തന്നെ വന്നത്. അതുകൊണ്ട് തന്നെ അത്രയും കാലഘട്ടം 1700 തൊട്ട് ഇപ്പോൾ ഈ നോബൽ പ്രൈസ് കിട്ടിയിരിക്കുന്ന ഒരു കാലഘട്ടം വരെ നമ്മൾ നോക്കുകയാണെങ്കിൽ സിമ്പിളാണ് പഠിക്കാൻ. ജസ്റ്റ് കാര്യം മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഓർത്തിരിക്കാൻ പറ്റുന്ന ഒരു എവല്യൂഷൻ്റെ ഹിസ്റ്ററി എക്കണോമിക്സിന് പറയാനുണ്ട്. അത് നമ്മൾ പഠിക്കണം. പിന്നെയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന നമ്മുടെ എല്ലാവരുടെയും കയ്യിലുള്ള വിഭവമായ മണി മാനേജ്മെൻറ്റ് നമ്മൾ എങ്ങനെയാണ് നടത്തുന്നത്, നമ്മളെങ്ങനെ നടത്തുന്നു, ഗവൺമെൻറ് ഇൻഫ്ലേഷൻ, പണപ്പെരുപ്പം, അതൊക്കെ ഇതിൽ വരുന്നതാണ്. ഗവൺമെൻറ് എങ്ങനെ അത് മാനേജ് ചെയ്യുന്നു, ബാങ്കുകൾ എങ്ങനെ മാനേജ് ചെയ്യുന്നു എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നു. ഇതിൻ്റെ സ്ഥാപനങ്ങളെക്കുറിച്ചും നമ്മൾ പഠിക്കുന്നു. അത്രയാണ് പ്രധാനമായിട്ടും എക്കണോമിക്സിൽ പഠിക്കാനുള്ളത്. മാക്രോ എക്കണോമിക്സിലേക്ക് വരുമ്പോൾ, ഗവൺമെൻറ്റിൻ്റെ എക്കണോമിക്സിലേക്ക് വരുമ്പോൾ നാഷണൽ ഇൻകത്തെക്കുറിച്ചൊക്കെ നമുക്ക് പഠിക്കാനുമുണ്ട്. എംപ്ലോയ്മെൻറ്റ്, പോവർട്ടി, അങ്ങനെ കുറച്ച് വിഭാഗങ്ങളും പഠിക്കാനുണ്ട്. അപ്പം എക്കണോമിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റിനെ കുറിച്ചൊരു രൂപരേഖയാണ് ഞാൻ പറഞ്ഞു തന്നത്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾക്ക് തിങ്കേഴ്സിൻ്റെയും അവരെന്തൊക്കെയാണ് പറഞ്ഞത്, അവരുടെ ബുക്കുകൾ എന്തൊക്കെ, അങ്ങനെയുള്ള ഫാക്ച്വൽ ആയിട്ടുള്ള കണ്ടൻറ്റ് പഠിക്കാം. ഓക്കെ, അപ്പം ഈ ക്ലാസ് എല്ലാവർക്കും സബ്ജക്റ്റിനെ മനസ്സിലാക്കാൻ ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് നിങ്ങൾ പ്രിപ്പയർ ആയിട്ടിരിക്കുക. ഓക്കെ, താങ്ക് യു.